CCK ഫാമിലിയിൽ ആദ്യം മുതലേ ഉണ്ട്. അദ്ദേഹം ഇച്ചിരി സൈലൻ്റ് ആയിട്ടാണെങ്കിലും കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ഹെൽപ്പിന് വേണ്ടി ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാലും വളരെ ഓക്കെ ആയിട്ട് എന്തിന് നമ്മുടെ ഈ രാവിലത്തെ ലൈറ്റിംഗ് സെഷൻ ഗോഡക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്ന് നമുക്കൊരു സെഷൻ എടുത്ത് തന്നു. പിന്നെ അദ്ദേഹം എപ്പോഴും അപ്രോച്ചബിൾ ആണ്, വിളിച്ചാൽ ഫോൺ എടുക്കും, കാര്യങ്ങൾ പറയും, പ്രോഗ്രാം ഞാൻ ചെയ്തു തരാൻ പറയാം. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തപ്പോൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതുമാതിരി എനിക്ക് തോന്നിയുള്ളൂ. റോബിന് ആദ്യം സംസാരിച്ചു, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ആക്റ്റീവ് അല്ലാതെ നിന്നും പലപ്പോഴും ഫ്രീ കിട്ടുന്ന സമയത്ത് യാത്ര പോകുമ്പോഴൊക്കെ നോക്കാറുണ്ട് എന്തൊക്കെയാണ് ഇടുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു ഫാമിലിയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഞാനതിൽ കണ്ടു. ഫ്രൈഡേസിൽ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാവരും നല്ലൊരു കൂട്ടായ്മയായിട്ട് തോന്നിയത്. പിന്നെ ഒരു ദിവസമാണ് എന്നെ വിളിച്ച് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമുക്ക് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. പിന്നെയാണ് ഒരു സെഷൻ ഫോട്ടോഗ്രാഫിയുടെ എന്തെങ്കിലും ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും. ലൈറ്റിംഗ് സാധാരണ ബ്ലോഗേഴ്സ് സാധാരണ ഫോട്ടോഗ്രാഫിയുടെ ബാക്കി ടെക്നിക്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ലൈറ്റിങ്ങിലാണ് സാധാരണ ശ്രദ്ധിക്കണം. ലൈറ്റിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു. ഫോട്ടോസ് കമ്പനിയായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. അവർ കുറച്ച് ലൈറ്റുകൾ, പുതിയ ലൈറ്റുകൾ ഇന്നലെ ഒരാൾ വന്നിരുന്നു, രാത്രി കഴിഞ്ഞിട്ട് വളരെ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ കോളേജുകളിലും അതുപോലെ പെയ്ഡായിട്ട് ക്ലാസ്സുകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ നമ്മളൊരു ക്ലാസിന്റെ അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷെ ഇവിടെ ഞാൻ ചെയ്തത് രാവിലെ ഇറങ്ങിയിരുന്നത് ഒരു ഫാമിലി, എൻ്റെ ഒരു ഫാമിലിയിൽ എല്ലാവരും അവിടെ സംസാരിക്കുന്ന പോലെ ഫീൽ. കാരണം എല്ലാവരും പരസ്പരം അറിയുന്നതാണ്. ക്ലാസ്സിൽ വന്നിരുന്ന ഒരുപാട് പേരുടെ വീഡിയോ ഞാൻ സാധാരണ വാച്ച് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാവരും ഇന്നലത്തെ മുതൽ വളരെയധികം ഫ്രണ്ട്ലിയാണ്, വളരെ ഹാപ്പി ആയിട്ട് ആണ് ഞാൻ ആ ക്ലാസ് ചെയ്യുന്നത്. ആജിക്കാനൊക്കെ ശരിക്കും ആജിക്കാനൊക്കെ സ്നേഹം ഞാൻ കാണുന്നത് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ്. വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ആജിക്കാനൊക്കെ. എല്ലാവരും പ്രത്യേകിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ലെങ്കിലും വളരെ അടിപൊളിയായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ഫംഗ്ഷൻസ് കണ്ട ആളാണ്. ലുലു ഗ്രൂപ്പിലെ സീനിയർ ഫോട്ടോഗ്രാഫറായിട്ട് അബുദാബി ആയിട്ട് 10 വർഷം ഞാൻ വർക്ക് ചെയ്തു. ലുലു ഗ്രൂപ്പിൻ്റെ മൊത്തം ഫംഗ്ഷൻസൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ അവരൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഏകദേശം അതേപോലുള്ള ഒരു സെറ്റപ്പിൽ അതേ സ്റ്റാൻഡേർഡിൽ കുറച്ച് മാസങ്ങളായിട്ട് ഈ ഗ്രൂപ്പിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് പിന്നെ റോബിനെ മോദിക്കാൻ ഞാൻ നോക്കിയിരുന്നു. ഇതിൽ കുറച്ചായിട്ട് റോബിനെ എന്താ വെച്ചാൽ ഞാൻ പറയുകയും ചെയ്തു എങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ. അത്ര ഭംഗിയായിട്ട് നജീബും റോബിനൊക്കെ ഇത് ഹാൻഡിൽ ചെയ്തു. മലയാളം യൂട്യൂബിൽ ട്രോളുകളുടെ രാജാവ് എന്ന് പറയുന്നത് വെറുതെ അല്ല, രാജാവ് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ റീച്ചുള്ള ട്രോൾസ് ഉബൈദ് ഇബ്രാഹിം എന്ന് പറഞ്ഞ വലിയ മനുഷ്യനാണ് എൻ്റെ സൈഡിൽ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനം തോന്നുന്നു CCKയുടെ ഈ ഒരു പരിപാടിയിലേക്ക് വന്നതുകൊണ്ട്. അപ്പം ഇതിനെക്കുറിച്ച്, ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഉബൈദിക്ക് എന്താണ് പറയുന്നത്? ആദ്യമേ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് സംഘാടകർക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇതിനു വേണ്ടി നമ്മളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ, അതായത് ഇത്രയും ഓൺ കണ്ടന്റ് ഇടുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കെന്ത് സ്ഥാനം എന്ന് ഞാൻ ചിന്തിച്ചു. അതായത് നമ്മൾ മറ്റുള്ളവരുടെ കണ്ടന്റ് അവരുടെ സമ്മതമില്ലാതെ എടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഓൺ കണ്ടന്റ് ഇടുന്നവർക്കാണ് ഇത് കൊടുക്കേണ്ടത്, പ്രധാനം കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ചിന്തിച്ചു ഞാൻ ഇതിന് വരേണ്ട ആവശ്യമുണ്ടോയെന്ന്. അപ്പോൾ അവർ എന്തായാലും വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നു. ഇതെങ്ങാനും വന്നിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് നഷ്ടമായിരുന്നു. അങ്ങനെ ഇത്രയും ആളുകളുണ്ടായിരുന്നു, വലിയ വലിയ ക്രിയേറ്റീവ്സ്, ചെറുതും വലുതുമായിട്ടുള്ള ക്രിയേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ പരിചയപ്പെടാൻ പറ്റി. എന്നാലും ഈ ഒരു കൂട്ടായ്മയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഒരു വലിയ രീതിയിൽ ഈ സംഘടന ഉയരട്ടെന്ന് ആശംസിക്കുന്നു. എക്സ്പീരിയൻസ് ഒന്നുമില്ല, ക്യാമറ ബാക്കിൽ നിന്ന് ചെയ്തുകൊണ്ടാട്ടോ ഇത്രയും ആളുകൾ കാണുമ്പോൾ. താങ്ക് യു ബേദിക. ഹാരിസ്ക ഒരിക്കൽ കൂടെ സ്റ്റേജിലേക്ക് വരും, ഒരു ഉപഹാരം കൊടുക്കാം. അപ്പോൾ ഈ സെഷൻ നമുക്ക് ഇനി വോട്ട് ഓഫ് താങ്ക്സിലേക്കാണ് പോകുന്നത്. ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട്. അപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ അജയ് ശങ്കറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. സത്യത്തിൽ ഭയങ്കര ഒരു എന്താ പറയുക, വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു ഉത്തരവാദിത്വമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരാളെയും ഒഴിവാക്കാതെ അതേസമയം എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്, എൻ്റെ ഒരു കർമ്മമാണ്. വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ നമ്മൾ ഈ പ്രോഗ്രാമിലോട്ട് കിടക്കുമ്പോൾ ആദ്യം തന്നെ പറയാനുണ്ട് CCOK. ഒരുപാട് ആൾക്കാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും CCOK എന്നതിനെ കുറിച്ച് ആദ്യം പറയുന്നുണ്ട്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള.
ഒന്നേന്ന് തുടങ്ങി ഇപ്പോൾ 117 ക്രിയേറ്റേഴ്സിൽ എത്തി നിൽക്കുന്ന ഒരു സംഘടനയാണ്. ഏകദേശം 117 ക്രിയേറ്റേഴ്സിൽ എത്തി നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പഠിച്ചും പഠിപ്പിച്ചും കലഹിച്ചും വാശി പിടിച്ചും ഒരുപാട് 35 കൾച്ചറൽ ഇവന്റ്സ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചക്കകം, കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച മാത്രമാണ് നമ്മൾ നടത്താതെ പോയിട്ടുള്ളത്. അല്ലാതെ 35 ഇവന്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞാൻ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര അഭിമാനമാണ്. പിന്നെ നമ്മുടെ അനന്ത ബ്ലിസ്, ഇതിന്റെ പേര് സജസ്റ്റ് ചെയ്ത് നമ്മുടെ ചെയർമാൻ തന്നെയായ ശ്രീ റോബിൻസ് ആണ് അനന്ത ബ്ലിസ് എന്ന് പറഞ്ഞ പേര് സജസ്റ്റ് ചെയ്തത്. ഈ പേരിലോട്ട് വരുമ്പോഴത്തേക്കും ഏറ്റവും വലിയ ആനന്ദം ഇവിടെ നിന്ന് പറയുന്ന നിങ്ങളുടെ കൂടത്തിലൊപ്പം അത് അനുഭവിക്കാൻ പറ്റിയതാണെന്നുള്ളത് ഇതിൽ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. അപ്പൊ അനന്ത ബ്ലിസ് CCOK. ഇനി ഇതിനകത്ത് പ്രവർത്തിച്ച ഓരോരുത്തരെ കുറിച്ച്, അതായത് 117 ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു. ക്രിയേറ്റേഴ്സ് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ളവര് അല്ലാത്തവര്, അത് ഞാൻ ഒരാളെ വിടാതെ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരാളെ അതിനകത്ത് ഒഴിവാക്കാൻ പറ്റത്തില്ല, മറന്നു പോകാൻ പറ്റത്തില്ല എന്നതുകൊണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു എന്താ പറയുക, എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. CCOKയിൽ നമ്മുടെ ഈ പ്രോഗ്രാമിനോട് കണ്ടക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാരോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കൊറോണ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ നമുക്ക് ടുഗദർ ഈ പറഞ്ഞ പോലെ പരസ്പരം കാണാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു കൊറോണ ഇഷ്യൂസ് ഒക്കെ ഉള്ളത്. പക്ഷേ ഞാൻ അവരോടൊക്കെ പറഞ്ഞ ഒരൊറ്റ ഉത്തരം, ഇത് CCOK ആണ്, ഇത് നടത്തും. അതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ആനന്ദം. പക്ഷേ ഇതിനൊക്കെ ഒരു പ്ലാറ്റ്ഫോമാണ്. ആദ്യം തന്നെ നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ഒരു കോൺവെർസേഷനിൽ ഒരു അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ഫോണിൻ്റെ 2 തലക്കിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് റീച്ച് ആയിട്ടുണ്ട്, അത് അടുത്ത ഡിസ്കഷനിലോട്ട് അല്ലേ സാർ? നോർമലി അടുത്ത ഡിസ്കഷനിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവരിലോട്ട് കിട്ടണം, അല്ലെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് അത് കേൾക്കുന്ന ആരാണോ അവരിലോട്ട് കൃത്യമായിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് റീച്ച് കിട്ടിയ ആൾക്കാരാണ് നമ്മുടെ പ്രിയപ്പെട്ട അബാദ് ഗ്രൂപ്പ്. അബാദ് ഗ്രൂപ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ വലിയൊരു സ്വപ്നം, ഇതൊരു വലിയ സ്വപ്നമാണ്. കഴിഞ്ഞ 1 വർഷമായിട്ടുള്ള ഞങ്ങളുടെ സ്വപ്നമാണ്. അതിലൊത്തിരി പേര് ഒരു വല നെയ്തതുപോലെ ഇഴയടുപ്പത്തോടെ നിന്നതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് ശരിക്കും അനന്ത ബ്ലിസ്. അതിന് പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട, ഇപ്പൊ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത്. 2 രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നത്, തല കൊണ്ടും മറ്റൊന്ന് ഹൃദയം കൊണ്ട്. പക്ഷെ ഇപ്പൊ ഹൃദയം കൊണ്ടാണ് പറയുന്നത്. കാര്യം അതിനപ്പുറം ഒരു വാക്കുകളില്ല. അബാദ ഗ്രൂപ്പിന് അതിന് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട റിയാസ് സാറ്, അതുപോലെ ജിബ്രാൻ സാറ്, മൻസൂർ സാറ്, ജിബി സാർ, പിന്നെ അത് മാത്രമല്ല ഇവിടെ പ്രവർത്തിച്ച ഓരോരുത്തരും, ഞങ്ങൾക്കൊരു കസേര മാറ്റിയിട്ട് തന്ന, ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി തന്ന, ഞങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുതന്ന എല്ലാവരും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള എന്താ പറയുക അത്രയും ചേർത്ത് പിടിച്ച്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇവർക്കെല്ലാം ഒരു സ്നേഹ സമ്മാനവും കൂടെ നമുക്കുണ്ട്. ഞങ്ങളുടെ ഒരു സ്നേഹ ഉപഹാരം അതിനായിട്ട് പൊന്നാട അണിയിക്കാനായിട്ട്, നമ്മുടെ സ്വീകരിക്കാനായിട്ട് ഇബ്രാൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി മൻസൂർ സാറാണ്. സാറിനെ ക്ഷണിക്കുന്നു. ഇതിനായിട്ട് ഒരുപാട് സ്പോൺസേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. സ്പോൺസേഴ്സിനെ സമീപിച്ചിരുന്നു. പക്ഷേ നമ്മളൊരാളോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു വൈബ്, നിങ്ങൾക്ക് എല്ലാവർക്കും വൈബ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ എല്ലാവരെയും ഇപ്പൊ പ്രിയപ്പെട്ട ശ്രീ ബോബി ചെമ്മണ്ണൂർ, ബോച്ചെ എന്ന് വിളിക്കും, പുള്ളി തന്നെ പറയും ബോബി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒരു വിധപ്പെട്ട നമ്മുടെ ഇവിടുത്തെ ചെറിയ കുട്ടിയടക്കം ബോബി എന്ന് വിളിച്ചു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ നമ്മൾ ഇതുപോലെ തന്നെ അവരുടെ ഒരു ക്രൂ മെമ്പേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ദിവസം മുൻപാണ് അവർ നമ്മുടെ അബാദിലെത്തി നമ്മളായിട്ട് എല്ലാത്തിനും സഹകരിക്കുകയും ചെയ്തു. അപ്പോൾ ബോബി സാറിനോട്, ബോബി സാറിന് വിളിക്കരുതെന്ന് പറഞ്ഞെങ്കിലും ഒരു ബഹുമാനത്തോടെ ഇപ്പോൾ പറയട്ടെ, അദ്ദേഹത്തിന്റെ ക്രൂ മെമ്പേഴ്സിന് ഞാൻ എൻ്റെ നന്ദിയും, എൻ്റെ മാത്രമല്ല എൻ്റെതും നമ്മുടെ CCOK ഫാമിലിയുടെയും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളു. ഇനി നമുക്ക് മറ്റൊന്ന്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട പ്രോഗ്രാംസിനെല്ലാം തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇന്നത്തെ നമ്മുടെ DJ അടക്കം അവരുടെ ക്രൂ മെമ്പേഴ്സ് ഇവിടെ കഴിഞ്ഞ 11-ാം തീയതി രാത്രി തൊട്ട് ഇവിടെയുണ്ട്. ഇന്നലെ DJ അവതരിപ്പിച്ചിരുന്നു നമ്മുടെ ടിബിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, AT Pro എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ക്രൂ മെമ്പേഴ്സിനും അവിടെ അരുൺ ഇടിയില്ലേ. അപ്പോൾ ഇവര് ഒരു
മിനിറ്റ് സമയമില്ലാതെ ഒരു മിനിറ്റ് സമയം അവര് പുറത്തു പോകാതെ ഇവിടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്ന അവരോട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണം, ഈവൻ ഡീസൽ ഇരുന്നുണ്ടോ അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ളത് പറയുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളോട് അത്രയും സഹകരിച്ചിരുന്നവരാണ്. അരുണ സ്റ്റേജിലോട്ട് പോയത് ഇവരാണ്. ഇത്രയും ഗംഭീരമാക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് സഹകരിച്ചത് ഇവരാണ്. നമ്മുടെ ഇതിന്റെ സ്റ്റാഫും ഇതിൽ പറയരുതെന്നാ പറഞ്ഞേക്കണേ അല്ലേ സച്ചിൻ. അപ്പോ അദ്ദേഹത്തിനും നമ്മുടെ സ്നേഹവും നന്ദി അറിയിക്കും. മറ്റൊന്ന്, ഈ സ്റ്റേജ് നമ്മുടെ പുറത്തിപ്പോൾ കാണുന്ന ആ ഏരിയ തൊട്ട് ഇങ്ങോട്ട് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ഇവന്റോസ് എന്ന നമ്മുടെ ഒരു കമ്പനിയാണ്. അവര് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഗോൾഡൻ ഇവന്റോസിന്റെ സിൻഡോയ്ക്ക് നമുക്ക് ഇത്രയും പുറത്തുനിന്നുള്ള ആ ഒരു ഏരിയയിൽ ആ കാർപ്പറ്റ് തൊട്ട് ഇവിടെ കിടക്കുന്ന ഈ കാർപ്പറ്റ് തൊട്ടൊക്കെ നമ്മളെ സഹകരിച്ചതും സഹായിച്ചതും സിൻഡോയാണ്. അപ്പോൾ സിൻഡോയ്ക്കുള്ള സ്നേഹവും ഞങ്ങളുടെ CCOKയുടെ സ്നേഹവും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചിട്ടുണ്ട്. സിൻ്റെ എനിക്കൊന്ന് പുറത്താണ്, ഇതിൻ്റെ വലിപ്പം നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ഇനി മറ്റൊന്ന് എടുത്ത് പറയണം, നിങ്ങൾ പുറത്തുള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 സൈഡിൽ ഒരു ആന നിൽക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആന കണ്ടത് അതിൻ്റെ CCOKയുടെ ഒരു എംബ്ലം കണ്ടിരുന്നു. അതൊക്കെ നമുക്ക് ചെയ്തത് ശ്രീ ഡാവിഞ്ചി സുരേഷിയാണ്. ഡാവിഞ്ചി സുരേഷിനോട് വളരെ പെരുമയോടെ പറയണം. കാര്യം നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് നമ്മുടെ CCOK മെമ്പർ കൂടിയാണ് അദ്ദേഹം, CCOK ഫാമിലിയുടെ ഒരു അംഗമാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് അദ്ദേഹത്തിന്റെ ക്രൂ ആയിട്ട് ഇവിടെ വന്ന്, ഞാനുണ്ടായിരുന്നു, വിഷ്ണു ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് ഈ സൈറ്റ് എല്ലാം കണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് അളവെടുത്ത് പോയ മനുഷ്യനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ചെറിയൊരു സ്കിൻ ഡിസീസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് വരാൻ സാധിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ചെയ്ത് ഈ വാതിക്കൽ പറഞ്ഞ സമയത്ത് 5 മണിക്ക് കൊണ്ട് ഫിക്സ് ചെയ്ത് പോയി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സുരേഷിയാണ് നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം, ഒരു പരിധി വരെ അഹങ്കരിക്കുകയും വേണം. അപ്പം നമ്മുടെ സുരേഷ് എന്നുള്ള സ്നേഹവും അകമഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സുഖത്തിന് വേണ്ടിയൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം, അത് മാറാനായിട്ട്. അപ്പം അദ്ദേഹത്തിനുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഒന്ന് വിശ്വാസം കമ്പ്യൂട്ടേഴ്സ്, ഇതിനകത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മളെ സമീപിക്കുകയും നമ്മുടെ സിൻഡോ ഉണ്ട്, സിൻഡോ ആണ് ഗോൾഡൻ ഇവന്റോസ് ആണ് സിൻഡോയുടെ പ്രസ്ഥാനത്തിന്റെ പേര്. സിൻഡോ ആണ് നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സഹായ സഹകരണങ്ങൾ. ഞങ്ങളുടെ ഓട്ടത്തിന്റെ പകുതി ഏകദേശം 70% കുറച്ച ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മൾ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോഴത്തേക്കും സ്പോൺസർഷിപ്പ് തരുന്നതിന് വേണ്ടി ഒരുപാട് ആൾക്കാരെ, നമുക്ക് ഒത്തിരി ആൾക്കാരെ നമ്മൾ സമീപിക്കും. പക്ഷെ അതിനകത്ത് പല ആൾക്കാരും നോ പറയും, യെസ് പറയും. പക്ഷെ ഒരു യെസ് പറയുന്നതിന് വളരെ ഈസിയാണ് എന്ന് നമ്മളെ അറിയിച്ചു തന്നൊരാളാണ് വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്. അവരിവിടെ എത്തിയിട്ടില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഞാൻ വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന് അവരുടെ ടീമിനും എല്ലാ വിധത്തിലുള്ള സ്നേഹവും നന്ദിയും നമ്മുടെ CCOK ഫാമിലിയുടെ ഭാഗത്തുനിന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്നുള്ള സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. പിന്നൊന്നും നമുക്ക് അതിനാവശ്യം വന്നില്ല. നമ്മൾ 2 സൈഡ് എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നും നമുക്ക് ബസ് ഇങ്ങോട്ട് ഇടാനായിട്ട് ആലോചിച്ചിരുന്നു. ആ സമയത്ത് നമ്മൾ സമീപിച്ചത് കൊമ്പനെയായിരുന്നു. കൊമ്പൻ എന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. അവരത് രണ്ടാമതൊന്നും ആലോചിക്കാതെ ചെയ്തോളാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ആളില്ലായിരുന്നു. എങ്കിൽ പോലും എറണാകുളത്തു നിന്നുള്ള ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് അനുവദിച്ചു തരുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തത് കൊമ്പനാണ്. അപ്പോൾ അവർക്കും ഞാൻ നമ്മുടെ CCOKയുടെയും അവരുടെയും ഞാൻ അറിയിക്കുന്നു. ഇനി നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് പോയ ഉല്ലാസ ബോട്ട് യാത്ര ഒരുപക്ഷെ ആരും തന്നെ മറക്കാനാവാത്ത ഒരു ഇവന്റ് ആയിരിക്കും. അതിനകത്ത് നമ്മുടെ ശ്രീ ബഹുമാനപ്പെട്ട ബോച്ചയുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസ് വന്നു, അവരൊക്കെ ആയിട്ട് ഒരുപാട് സംവദിക്കാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. ഒത്തിരി നമ്മുടെ പ്രിയപ്പെട്ട ശങ്കരൻ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു വലിയ ഒരു ഉല്ലാസ ബോട്ട്, ഒരുപക്ഷെ ഇത്രയും വലിയൊരു ഉല്ലാസ ബോട്ട് യാത്ര ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇവന്റ് നമുക്ക് ഒരുക്കി തന്ന സ്പൈസ് റൂട്ട്സിന്റെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. സ്പൈസ് റൂട്ട്സിനും നമ്മുടെ CCOK ഫാമിലിയുടെ ഭാഗത്തുനിന്നും നമ്മുടെ എൻ്റെ സ്വന്തം ഇതിലുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജാക്സൺ ചേട്ടൻ, ബോണ്ട് സഫാരി ജാക്സൺ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ജാക്സൺ പറയുമ്പോൾ തന്നെ ഭയങ്കര പഞ്ചുള്ള പേരാണ്. അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്ന ഒരു പഞ്ചുള്ള പരിപാടി തന്നെയാണ് നമ്മുടെ സ്കൂബ ഡൈവിംഗ് അല്ലേ? നിങ്ങൾ കഴിഞ്ഞ ദിവസം പോയത്. ഓക്കെ. അപ്പോൾ ജാക്സൺ ചേട്ടൻ്റെ ബോണ്ട് സഫാരി എന്ന പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിനുള്ള നമുക്ക് അദ്ദേഹം ഒരു കുപ്പണൊക്കെ തന്നിട്ട് നമുക്കവിടെ പോയി ചെയ്യാനായിട്ട്
സ്കൂബ ഡൈവിങ്ങും ബാക്കിയുള്ള ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഇനി നമുക്ക് ഈ മൊമൻറ്റോസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മെമ്മറി ടാഗാണ്. മെമ്മറി ടാഗും മക് സോളാർ ലൈറ്റും അല്ലേ? സ്റ്റാർഗ്രാമാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇത് തന്നിരിക്കുന്ന മെമ്മറി ടാഗ്. അപ്പോൾ സ്റ്റാർഗ്രാമിൻ്റെ ഇത് എടുത്ത് പറയുകയാണ്, ഞാനത് ഒന്ന് അവസാനത്തേക്ക് വെച്ചാണ്. നമ്മുടെ ഇന്നലെ അവർ പ്രോഗ്രാം ചെയ്തിരുന്നു, വൈകുന്നേരം 5 മണിക്കുള്ള ഒരു പ്രോഗ്രാം സെഷൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർഗ്രാം നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ 1-2 ചർച്ചയ്ക്കകത്ത് ക്ലിയറായി വന്ന ഒരു പ്രസ്ഥാനമാണ് സ്റ്റാർഗ്രാം. അവരുടെ കാര്യങ്ങളൊക്കെ എൻ്റെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ സ്പോൺസറാണ്. അപ്പോൾ സ്റ്റാർഗ്രാമിനും എൻ്റെ സ്വന്തം പേരിലും CCOKയുടെ പേരിലുമുള്ള നന്ദി സ്നേഹവും അറിയിക്കട്ടെ. അവർ ഈ സമയത്ത് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ വന്നത് നമ്മുടെ ഇവിടെയുള്ള വീഡിയോ ക്രൂസാണ്. അതിന് നമ്മുടെ ചേട്ടൻ്റെ തൃശ്ശൂരിൽ നിന്നുള്ള ചേട്ടൻ്റെ വീഡിയോസ് എല്ലാം ഹൈക്ലിക്ക് ലിജോ ക്രിയേഷൻസ് അല്ലേ? ലിജോ ക്രിയേഷൻസ്, അതുപോലെ നമ്മുടെ ഹൈക്ലിക്ക് വിനീത്, ഇവർക്ക് 2 പേർക്കും നമ്മുടെ ഈ ഒരു അവസരം എല്ലാ വീഡിയോസും കവർ ചെയ്യാനായിട്ടുള്ള സഹായങ്ങൾ ചെയ്ത 2 പേർക്കും നമുക്ക് നന്ദി സ്നേഹം അറിയിക്കട്ടെ. പിന്നെ ഇവരെ നമുക്ക് ക്ലിയർ ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട ജിജോ ആണല്ലേ? ജിജോ മുഖേനയാണ് നമ്മളിവിടെ എത്തിയെന്നുള്ളത് പ്രധാന കാര്യം. ജിജോ നമ്മുടെ ഫാമിലിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ജിജോയ്ക്ക് ഞങ്ങളുടെ ഒരു സ്നേഹം ഞാൻ ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഇതെല്ലാം ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ നമ്മുടെ പൂളിനടുത്തിരുന്ന അനന്ത ബ്ലിസ് 2020 എന്ന ആ വലിയ സംഗതി. അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിഷ്ണു ആണ്. വിഷ്ണു കടന്നു അത്രയും ക്ലിയർ ആയിട്ടുള്ള അത്രയും ഭംഗിയായിട്ടുള്ള സാധനം ഒറ്റയ്ക്ക് നിന്ന് ചെയ്ത്, ഒരാളുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ചെയ്ത് ഇവിടെ വന്ന് നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ അംഗമായ ഗോവിന്ദിനൊപ്പം വയറ് കൊടുത്ത് അത് അത്രയും തെളിച്ച് കത്തിച്ച് അവിടെ കൊണ്ടുവച്ച വ്യക്തിയാണ്. അപ്പൊ എന്തായാലും വിഷ്ണുവിനെ നമുക്ക് ഈ സമയത്ത് ഒന്ന് ചേർത്ത് പിടിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ വരുന്നത് നമ്മുടെ ഒരു തീം സോങ് എല്ലാവരും കേട്ടെന്ന് വിചാരിക്കും. നമുക്ക് പ്ലേ ചെയ്തായിരുന്നല്ലേ? അതൊന്ന് പ്ലേ, നമ്മുടെ തീം സോങ് ഒന്ന് പ്ലേ ചെയ്യാം. ആനന്ദത്തിരയത് തല്ലും ആഘോഷത്തിരുമഴയിൽ നാം ഒന്നായി അലിയുന്നേ, പൊൻതൂലിക വരയുന്നേ, പൊൻകതിരവനെരിയും നേരം കാലങ്ങൾ വഴിമാറുന്നേ, പൊൻകതിരവനെരിയും നേരം കാലങ്ങൾ വഴിമാറുന്നേ. ഉല്ലാസപ്പൂത്തിരിവിടെ നല്ലോർമകൾ വാരി വിതയ്ക്കും ഒന്നായി ചേരുന്നൊരു നാളല്ലേ, ആനന്ദത്തിര തല്ലും നാളല്ലേ. താനാനേ താനേ തനനാനാനേ, തനനാനാനേ താനേ തനനാനാനേ. അലയുലികൾ ആരവമാകും, കതിരൊളികൾ മന്ത്രിക്കുമ്പോ, അലയൊലികൾ ആരവമാകും, കതിരൊളികൾ മന്ത്രിക്കുമ്പോ, വർണ്ണങ്ങൾ പെരുമഴ പെയ്യും ഈ നേരം സുരഭിലമാകും, വർണ്ണങ്ങൾ പെരുമഴ പെയ്യും ഈ നേരം സുരഭിലമാകും. നാം ഒന്നായി ചേരും നേരം ആകാശത്താരവമായി ഒന്നായി ചേരുന്നൊരു നാളല്ലേ, ആനന്ദത്തിര തല്ലും നാളല്ലേ. താനാനേ താനേ തനനാനാനേ, തനനാനാനേ താനേ തനനാനാനേ.
അലകടലും ഇളകി വരുമ്പോൾ ആവേശം തിരതല്ലുന്നേ ഹിമമണിയും പുൽക്കൊടി പോലും വിജയത്തിൻ കാഹളമോതി പുതുപാതകൾ തേടും നാമിനി പുതുലോകം പണിയുകയായി പുതുപാതകൾ തേടും നാമിനി പുതുലോകം പണിയുകയായി നാം ഒന്നായി ചേരും നേരം സ്വപ്നങ്ങൾ പൂക്കുകയായി ഒന്നായി ചേരുന്നൊരു നാളല്ലേ ആനന്ദ തിരതല്ലും നാളല്ലേ താനാനേ താനേ തനനാനാനേ തനനാനാനേ താനേ തനനാനാനേ താനാനേ താനേ തനനാനാനേ തനനാനാനേ താനേ തനനാനാനേ. ഈ സോങ് ചെയ്തിരിക്കുന്ന ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. ആരാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ആരാണ് നമ്മുടെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടത്തിലുള്ള ശ്രീ ഡെന്നീസ്. ഡെന്നീസ് വരൂ. അപ്പൊ ഡെന്നീസിന്റെ കാര്യം പറയുമ്പോൾ ഇതിന്റെ വരികൾ എഴുതിയ ആളെ കൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഒരു പാട്ടിന്റെ അല്ലെങ്കിൽ എന്തിന്റെ ആത്മാവ് സംഗീതമാണെന്നുണ്ടെങ്കിൽ അതിനൊരു വരി വേണം. ആ വരികൾ എഴുതിയ ആളെ കൂടെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വന്ദന. ഇതിന്റെ മ്യൂസിക്കിനെ താങ്ക് യു സോ മച്ച്. എസ്പെഷ്യലി CCOKയും പ്രതികാട് റോബിൻസിനും. ഒരു ദിവസം രാവിലെ ഞാനൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് റോബിൻസ് വിളിച്ചിട്ട് പറഞ്ഞു, വന്ദന ഒരു പാട്ട് എഴുതി, ഇത് ഒരാഴ്ച കൊണ്ട് സെറ്റ് ചെയ്ത് അടിപൊളി ഒരു പാട്ടായിരുന്നു. കാരണം അടിപൊളി സംഭവമായിരുന്നു, നല്ല ആവേശമുള്ള സംഭവമായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്ദനയുടെ ലിറിക്സ് കിട്ടും. ലാസ്റ്റ് ഇന്നലെ മിനിഞ്ഞാന്നാണ് എൻ്റെ വർക്കൊക്കെ തീർന്ന് രാത്രിയിലാണ് അവിടെ കൊണ്ടു തന്നത്. എന്തായാലും എന്നെ വിശ്വസിച്ച് ഇതുപോലെ കാര്യം ലഭിച്ച റോബിൻസിനും CCOKയ്ക്കും താങ്ക് യു സോ മച്ച്. ജല ടീച്ചറെ പൊന്നാടി എണീക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. അപ്പൊ ഇനി വരികൾ എഴുതിയ വന്ദനയുടെ വാക്കുകൾ നമുക്ക് എങ്ങനെ ഇങ്ങനെ ഇത്രയും അടിപൊളിയായിട്ട് വരികൾ എഴുതാൻ പറ്റി. ഇത് നമ്മുടെ റിവ്യൂ ചെയ്യുന്ന വണ്ടികളാണ് വന്ദന റിവ്യൂ ചെയ്യുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലോഗറാണ്. അപ്പൊ പറഞ്ഞാട്ട് ലേഡി ഓട്ടോ ബ്ലോഗ് വരികൾ അത് ഞാൻ നേരത്തെ തൊട്ട് എഴുതായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു എഴുതാനായിട്ട്. ബട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 7th ഗ്രേഡ് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുത്ത് പൂർണ്ണമായിട്ടും നിർത്തി. പിന്നെ ഇത്രയും വർഷത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് റോബിൻചേട്ടൻ ഇങ്ങനെ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പാട്ട് എഴുതണം. അപ്പൊ ഞാൻ റോബിൻചേട്ടൻ പറഞ്ഞു, റോബിൻചേട്ടൻ എന്നെ കൊണ്ടൊക്കെ പറ്റുമോ, ഇത്രയും വലിയൊരു ഇവന്റിന് വേണ്ടിയിട്ട് ഒരു തീം സോങ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ റോബിൻചേട്ടൻ പറഞ്ഞു, നിന്നെ കൊണ്ട് പറ്റും, നീ ചെയ്യണം, നീ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ശരിക്കും കുറേ നാൾ ഇങ്ങനെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴെല്ലാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായി തോന്നി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുക എവിടെയെങ്കിലും. കാര്യം പാട്ട് എഴുതുമ്പോൾ എപ്പോഴും ഒരു തുടക്കം കിട്ടിയാൽ നമുക്ക് എങ്ങനെയെങ്കിലും ബാക്കി ലൈൻസ് സെറ്റാക്കാം. പക്ഷെ ഒരു തുടക്കം ഞാൻ ഇങ്ങനെ എപ്പോഴും നടക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഓർത്തോണ്ട് ഇങ്ങനെ പാടിക്കൊണ്ട് എടുക്കാം. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ആ ഒരു വരി എനിക്ക് ഹെൽപ്പ് ചെയ്ത് എൻ്റെ അമ്മയുണ്ട് കേട്ടോ. അപ്പൊ അമ്മ ആദ്യത്തെ വരി എഴുതാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് ആ പാട്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. എന്നിട്ട് ആ പാട്ടിന് ശരിക്കും ജീവൻ വെപ്പിച്ചത് നമ്മുടെ ഡെന്നീസ് ചേട്ടനാണ്. പാടിയിരിക്കുന്നത് പിന്നെ പുറത്തുള്ള അമൽ ജോർജ് അല്ലേ, അങ്ങനെയുള്ളൊരു ചേട്ടനാണ്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഞാൻ എഴുതിയൊരു പാട്ട് എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇഷ്ടം പോലെ പാട്ട് ചെയ്തിട്ട് ഇങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്നൊക്കെ. ഇനി അത് നടന്നില്ലെങ്കിൽ പോലും എനിക്ക് കിട്ടാൻ ഏറ്റവും വലിയൊരു പ്രിവിലേജ് അല്ലേ ഇപ്പം ഇവിടെ കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. അപ്പോൾ താങ്ക് യു വന്ദന. ഡെന്നീസ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഫാമിലിയുടെ ഭാഗമാണ് എങ്കിൽ പോലും ഞങ്ങൾ ഹൃദയത്തോട് ചേർത്തോടിക്കുന്നു. കൈ നിറച്ച് അല്ലേ, അതെ, സമ്മാനങ്ങൾ വേണം. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആദ്യം ഈ പ്രോഗ്രാമിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരുന്നു കോവിഡ് പ്രോട്ടോകോൾ എന്നുള്ളത്. ഞങ്ങൾ പലയിടത്തും സംസാരിച്ച് പല നിയമവശങ്ങളും അതിനകത്ത് നിയമ ഉപദേശങ്ങൾ എടുത്തു. അപ്പോൾ അതിനായിട്ട് ഞങ്ങളൊരു ടീമിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. കോവിഡ് പ്രോട്ടോകോളിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തന്നെ ഒരു ടീമിനെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു.
അവരത് ഭംഗിയായിട്ട് നിർവഹിച്ചു. ആ ടീമിലുള്ളവർ ഇന്നിപ്പോൾ ഈ വേദിയിലേക്ക് നിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഒന്ന് ജലജ ടീച്ചർ, അതുപോലെ പ്രിയ ചേച്ചി, ഉഷ ചേച്ചി. ഇവർക്ക് 3 പേർക്കുമാണ് ഞങ്ങളത് നൽകുന്നത്. വളരെ ഭംഗിയായിട്ട് അത് വൃത്തിയായിട്ട് നിർവഹിച്ചു. അത് നമ്മുടെ ബോളിൽ പോരുന്നില്ലേ, അത് നമ്മുടെ ബോളിലേക്ക് പ്ലേ ചെയ്യുകയാണ്. അവർക്ക് 3 പേർക്കുള്ള അത് ഞാൻ പറയാം ഏതൊരു പ്രസ്ഥാനം അപ്പൊ അതിലോട്ട് രൂപീകൃതമായിട്ട് വന്നു. അത് പിന്നെ അടുത്ത ഘടനയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനൊരു ജീവൻ കൊടുക്കണം. അതിനായിട്ട് കൃത്യമായിട്ട് ഇവരെ 3 പേരെ നമ്മൾ നിർദ്ദേശിച്ചു, അത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ 3 പേർക്കുള്ള സ്നേഹവും നമ്മുടെ CCOK ഫാമിലിയിൽ നിന്നുള്ള നന്ദി പറയരുതെന്നാണ് ഞങ്ങൾ പരസ്പരം പറയുന്നത്. എങ്കിൽ പോലും അറിയിക്കുന്നു. നമുക്ക് ആ വീഡിയോ കാണാം. എന്നും അടുത്തിരിക്കാൻ COVID-19 ലോകത്തെ നിശ്ചലമാക്കിയ മഹാവ്യാധി. ആനന്ദ ബ്ലിസ് 2020 ഈ ധന്യവേദിയിൽ COVID-19 വിഹരിക്കാൻ ഇടം നൽകാതിരിക്കാം. COVID-19 സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി ബന്ധപ്പെട്ട ഭാരവാഹികൾ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും സമ്മേളനത്തിനെത്തിയിരിക്കുന്ന പ്രതിനിധികൾ കർശനമായി പാലിക്കേണ്ടതാണ്. ഏതെങ്കിലും രീതിയിലുള്ള അച്ചടക്ക ലംഘനം ഉണ്ടായാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. കണ്ടെയ്ൻമെന്റ് സോണുകൾ, ഹോട്ട്സ്പോട്ടുകൾ തുടങ്ങിയ അതീവ ജാഗ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആരെങ്കിലും നമ്മളുടെ ഈ ആനന്ദ ബ്ലിസ് 2020 പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുൻകൂട്ടി അതിന്റെ വേണ്ടപ്പെട്ട ഭാരവാഹികളെ അറിയിക്കേണ്ടതാണ്. സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന പ്രതിനിധികളെ അനുഗമിക്കുന്നവർ ഇവരിൽ ആരെങ്കിലും വിദേശത്ത് നിന്ന് വന്നിട്ടുള്ളവരാണെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്നതിനനുസൃതമായ ക്വാറന്റൈൻ കാലാവധി പൂർത്തീകരിച്ചിട്ടുള്ളതായിരിക്കണം. അല്ലാത്ത പക്ഷം അവരെ സമ്മേളന നഗരിയിൽ പ്രവേശിപ്പിക്കുന്നതല്ല. പനി, ചുമ, ജലദോഷം തുടങ്ങിയ കോവിഡ് ലക്ഷണങ്ങളുള്ളവർ യാതൊരു കാരണവശാലും ആനന്ദ ബ്ലിസ് 2020 പങ്കെടുക്കാൻ പാടുള്ളതല്ല. നമ്മളുടെ പ്രിയപ്പെട്ടവരുടെയും സുരക്ഷ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. സമ്മേളന നഗരിയിൽ തീർച്ചയായിട്ടും പ്രതിനിധികൾ താഴെ പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആളുകൾ തമ്മിൽ സാമൂഹികമായിട്ടുള്ള അകലം പാലിക്കുക, ഇടയ്ക്കിടെ സോപ്പും സാനിറ്റൈസറും ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകുക. എല്ലാവരും നിർബന്ധമായും മുഴുവൻ സമയവും ഫേസ് മാസ്ക് ധരിക്കുക. ഉപയോഗശേഷം മാസ്കും കയ്യുറയും യാതൊരു കാരണവശാലും അലക്ഷ്യമായി വലിച്ചെറിയരുത്. അവ യഥാസ്ഥാനത്ത് തന്നെ നിക്ഷേപിക്കേണ്ടതാണ്. പ്രത്യേക പരിഗണന വേണ്ട നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ കുഞ്ഞുമക്കളോ പ്രതിനിധികളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സംഘാടകരെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. 3 വയസ്സിന് താഴെയുള്ള നമ്മുടെ കുഞ്ഞുമക്കളെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൈമാറിയെടുക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. അവർ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്നവരാണ്. മേൽപ്പറഞ്ഞവർ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ മരുന്നും അനുബന്ധ സൗകര്യങ്ങളും മറക്കാതെ നിങ്ങളുടെ കയ്യിൽ കരുതുമെന്ന് കരുതണം. നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ ആനന്ദ ബ്ലിസ് 2020 സമ്മേളന നഗരിയിൽ യാതൊരു കാരണവശാലും 3 പേരിലധികം ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടുള്ളതല്ല. നാം എല്ലാം പരസ്പരം കണ്ടുമുട്ടാൻ ആകാംക്ഷ കൊണ്ടിരുന്നവരാണ്. എങ്കിലും ഹസ്തദാനം ഒഴിവാക്കാം. ആർക്കെങ്കിലും സമ്മേളന സ്ഥലത്ത് വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ തീർച്ചയായിട്ടും ആനന്ദ ബ്ലിസ് 2020 കോവിഡ് കൺട്രോൾ സെല്ലുമായിട്ട് ബന്ധപ്പെടുക. അല്പം പോലും ഭയക്കേണ്ട, കരുതലായി ഞങ്ങൾ കൂടെയുണ്ട്. കോൺഫറൻസ് ഹാളിൽ 50 പേരിൽ അധികം കൂടിയിരിക്കാൻ പാടില്ല. കൃത്യമായ സാമൂഹ്യ അകലം പാലിക്കുക. COVID-19 രോഗബാധയുള്ള വ്യക്തികളുമായി സമ്പർക്കം പുലർത്തിയവരുണ്ടെങ്കിൽ അവർ ക്വാറന്റൈൻ കാലാവധിക്ക് ശേഷം ആന്റിജൻ അല്ലെങ്കിൽ RT-PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് പരിശോധനാ ഫലം കിട്ടിയതിനു ശേഷം മാത്രമേ ആനന്ദ ബ്ലിസ് 2020 പങ്കെടുക്കാൻ പാടുള്ളതുള്ളൂ. ഈ വേദിയിൽ 10 ആളുകൾക്ക് ഒരു വോളണ്ടിയർ എന്ന രീതിയിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഈ വോളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കേണ്ടതാണ്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായ കൈകൾ കൊണ്ടോ തൂവാല കൊണ്ടോ മറച്ചു പിടിക്കാൻ ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും കൈകൾ ഉപയോഗിച്ച് കണ്ണും മൂക്കും മുഖവും ഇടയ്ക്കിടെ സ്പർശിക്കാൻ പാടുള്ളതല്ല. അബാർട്ട് വിസ്പറിംഗ് പംപ്സിന്റെ മനോഹരമായ ഈ പരിസരം വൃത്തിഹീനമാക്കാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നാം ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈമാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. COVID-19 പശ്ചാത്തലത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കുകയേ വേണ്ട. ആനന്ദ ബ്ലിസ് 2020
കൃത്യമായും പാലിക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ സമ്മേളന നഗരിയിൽ ഏർപ്പെടുത്തുന്നതിന് ബന്ധപ്പെട്ട ഭാരവാഹികൾക്ക് പൂർണ്ണമായ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. പ്രതിനിധികൾ തീർച്ചയായിട്ടും പേഴ്സണൽ ഹൈജീൻ പാലിക്കേണ്ടതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മുറികൾ, കോട്ടേജുകൾ, ഡൈനിങ് ഏരിയ, കോൺഫറൻസ് ഹാൾ തുടങ്ങിയ പൊതുവായ ഇടങ്ങളും ഏറ്റവും വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഓർക്കുക, അകലമാണ് പുതിയ അടുപ്പം. നമ്മൾ പാലിക്കേണ്ടത് ജീവന്റെ വിലയുള്ള ജാഗ്രതയാണ്. കരുതലോടെ ഇരിക്കുക. ഇത് നമ്മുടെ CCOKയുടെ തന്നെ നമുക്കൊരു ചാനലുണ്ട്. CCOK ചാനലിലിട്ട വീഡിയോയാണ്. നമ്മളെല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്ത് ആദ്യം തന്നെ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് കുറച്ച് മുന്നേ നമ്മുടെ സ്റ്റേജിൽ നിന്നിരുന്നത്. അവരെയൊക്കെ ഞാൻ ഒരിക്കൽ കൂടെ നമ്മുടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം തന്നെ ഒന്ന് വരാം. ഇനി ഈ ഒരു പ്രോഗ്രാം വിജയിക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും പാർട്ടിസിപ്പേഷൻ. ഞാൻ ഇന്നലെ കാണുന്നത് ഹാസിക ഇന്നലെ തൊട്ട് ഇവിടെയുണ്ട്. ഇപ്പോഴും അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. അവർ ഹാസികയെ പോലുള്ള യൂട്യൂബേഴ്സ് ഇവിടെ ഇത്ര നേരം ഉണ്ടായിരുന്ന വലിയ ക്രിയേറ്റേഴ്സ് ഒക്കെ തന്നെ നമ്മളെ ശ്രമിക്കാനായിട്ട് ഈ ഒരു ഹാസിക നമ്മുടെ പാവമാണ് കേട്ടോ, ശ്രമിക്കാനായിട്ട് ഈ ഒരു അവസരത്തിൽ ഇവിടെയുണ്ട്. ഹാസിക ഞാൻ പേരെടുത്ത് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഓരോരുത്തരും എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ഒരു വലിയ നന്ദിയും സ്നേഹവും. ചെയർമാനും കയറി വരേണ്ടതാണ്. പ്രസിഡന്റ് നജീബ് പുറത്തോട്ട് തോന്നുന്നു. വായു കുഴപ്പമില്ല, കുറച്ച് നേരം നിൽക്കുന്ന ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളിപ്പോൾ പ്രതിനിധികളായിട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 117 ഫാമിലീസ് അല്ലെങ്കിൽ 117 ക്രിയേറ്റേഴ്സ് ഉള്ള ഒരു പ്രസ്ഥാനത്തിന്റെ അതിന്റെ അമരത്വം വഹിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട കുറച്ച് മെമ്പേഴ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അല്ലെ ടീച്ചറെ, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇവിടെ ഈ പ്രോഗ്രാമിന് പങ്കെടുത്ത ഓരോരുത്തർക്കും എൻ്റെ സ്വന്തം പേരിലും ഞങ്ങളുടെ CCOK ഫാമിലിയുടെ പേരിലും എപ്പോഴും പറയുന്നതിന് പ്രകാരം ഇതൊരു ഫാമിലിയാണ്, അതിനപ്പുറം ഒന്നുമില്ല. ഫാമിലിയിലുള്ള എന്തും ഏതും ഇവിടെയുണ്ട്. എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നമുക്ക് പറയാതിരിക്കാൻ, എനിക്കറിയാം എല്ലാവർക്കും പോകാൻ തരണം, പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്ര വലിയൊരു പ്രോഗ്രാം നടത്തുമ്പോൾ എല്ലാവരും എന്നെ ഒരുപാട് പ്രശംസിച്ചു, തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ടിലും മുമ്പിലും ബാക്കിലൊക്കെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ എന്നെ പുറകെ നിൽക്കുന്ന ഇവരാ. നല്ലൊരു കൈയടി അവർ കൊടുക്കാമോ? നല്ലൊരു കൈയടി. എന്നെ മാനസികമായിട്ട് ബലപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും സ്ട്രെങ്ത് ചെയ്ത ആൾക്കാരാണ് ഇവർ. മാത്രമല്ല കേട്ടോ, CCOK കുടുംബം മുഴുവൻ ഇവിടെ ഇരിക്കുന്ന ശുക്രൊക്കെ വരെ വിളിക്കും, റോം ചേട്ടാ നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ട്, പൈസ വേണം അങ്ങനെ ചോദിക്കുന്നത്. അത്രയ്ക്ക് ഒരു ധൈര്യം തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വന്നതിന്റെ ഭാഗമാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഇവരെ ആദരിച്ചേ മതിയാവുള്ളൂ. അത് നിങ്ങളുടെ മുമ്പ് വെച്ച് ചെയ്യണം. അതിനാണ് ഞാൻ ഈ ഒരു സമയം എടുക്കുന്നത്. ഞാൻ വേഗം ഈ ഒരു ചടങ്ങ് നിർവഹിച്ചോളാം. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് ഓരോരുത്തരും കൊടുക്കണം കേട്ടോ. CCOKയുടെ ആ പ്രഥമ പ്രസിഡന്റ്, ആ വാക്ക് മറക്കരുത്. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് CCOK. ഓക്കെ, ചരിത്രത്തിൽ എത്തിച്ചേർത്ത ഈ വലിയ മനുഷ്യൻ, ആറടിക്കാരനെ ഓക്കെ ആരും മറക്കില്ല, ഇത് ഉറപ്പാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടി കാരണം ഇത് അജയ് ശങ്കർ ഓട്ടോ താങ്ക്സ് പറയണം. ഞാൻ വീഡിയോ എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പേഴ്സണലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എല്ലാം ഞാൻ തന്നെ ചെയ്യുന്ന മോശമല്ലേ, അതുകൊണ്ടാണ് അജയ് ശങ്കർ കൈവരണം. പക്ഷെ ഞാൻ വീണ്ടും മൈക്ക് തിരിച്ചെടുക്കുകയാണ്. ഇത് വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് നമ്മൾ വലിപ്പച്ചെറുപ്പമില്ലെന്ന് പറഞ്ഞു. എല്ലാ ക്രിയേറ്റേഴ്സിനും ഒരുപോലെ കാണുന്നത്. അപ്പം ഓരോ ഇതിന് തലപ്പത്തിരിക്കുന്നവരും ഞങ്ങളുടെ ഏറ്റക്കുറച്ചിലുള്ള ആൾക്കാർ, ഞങ്ങളെക്കാൾ ഒരുപാട് സബ്സ്ക്രൈബർ കൊണ്ടുള്ള ആളാണ് അദ്ദേഹം. അതിൽ ഒരുപാട് താഴെയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ അങ്ങനെ വ്യത്യാസങ്ങളില്ല. അജയ് ശങ്കർ വെറും അജയ് ശങ്കറല്ല, ഡോക്ടർ അജയ് ശങ്കർ ആണ്. അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയ മനുഷ്യനാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. ഇദ്ദേഹത്തെ പോലുള്ള താരങ്ങളാണ് CCOKയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നല്ലൊരു ക്ലാപ്പ്. പറ്റാത്തൊരു അവസരമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഈ പ്രോഗ്രാമിൽ ഇത്ര സെലിബ്രിറ്റി ആയിട്ടുള്ള വ്ളോഗേഴ്സിനെ കൊണ്ടുവന്നത് ഉണ്ണിയുടെ ഒറ്റ പ്രയത്നം കൊണ്ട്. അത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഉണ്ണി ഇത് കേൾക്കും, എപ്പോഴെങ്കിലും കേൾക്കും, വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കേൾക്കും. തീർച്ചയായിട്ടും ഞങ്ങളുടെ മുഴുവൻ സ്നേഹവും, ഈ ഫാമിലിയിൽ അംഗമാണ്, CCOKയിലെ മുഴുവൻ സ്നേഹവും ഉണ്ണിക്ക് നൽകുന്നു. ഓക്കെ, അടുത്തായിട്ട് ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ശ്രീ ഗിരീഷ് ഓയ.
അദ്ദേഹം ഫാമിലി ആയിട്ട് വന്ന് കൊച്ചു പിള്ളേരുള്ളതുകൊണ്ട് നേരത്തെ പോയി. അപ്പോൾ അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ കമ്മിറ്റിയിലുള്ള ബാക്കി അംഗങ്ങളാണ്, ഇവരെല്ലാം എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പേഴ്സ് ആണ് നിൽക്കുന്നത്. വീഡിയോ ഒക്കെ ചെയ്യാൻ നേതൃത്വം കൊടുത്തത് നമ്മുടെ ജലജ ടീച്ചറും പ്രിയയാണ് അത് ഹെഡ് ചെയ്ത്. ജലജ ടീച്ചർ ഒരു +2 അധ്യാപികയാണ്. കോവിഡിന്റെ ഈ ഒരു വർക്ക് വന്നപ്പോൾ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ NSSന്റെ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസറാണ്. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കഴിവുള്ള നമുക്ക് ഒരു സെറ്റ് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ഇരുന്നത്. ടീച്ചറിനെ ആദരിക്കാനായിട്ട് അടുത്തായിട്ട് നമ്മുടെ പ്രിയയാണ്, ഗവൺമെന്റ് സർവന്റ് ആണ്. പ്രിയ CCOKയിൽ വന്ന് ചാനൽ തുടങ്ങിയ ആളാണ്. ഇപ്പൊ 2 ചാനലിന് ഉടമ കേട്ടോ. ഓക്കെ, അപ്പൊ പ്രിയയെ ഞാൻ ഇവിടെ ആദരിക്കുകയാണ്. അടുത്തത് നമ്മുടെ രാജി ചേച്ചിയാണ്. ഇതിന്റെ ഒരു എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറാണ്. ഒരു കുക്കിംഗ് ചാനലാണ് ചേച്ചിക്കുള്ളത്. ചേച്ചി വളരെ സാധാരണ ഒരു വീട്ടമ്മയാണ് വിചാരിച്ചത്, പക്ഷെ ഒരു ബിസിനസ് പേഴ്സൺ ആണ്. ഓക്കെ, നമ്മുടെ എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ് നമ്മൾ ആശ്വസിപ്പിക്കാനും. കാരണം ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് പേഴ്സണലി മെസ്സേജ് അയക്കും, റോബിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സഹായങ്ങൾ വേണോ, അങ്ങനെ മാനസികമായിട്ട് വളരെ ഒരു മുതിർന്ന ഒരു ചേച്ചിയെ പോലെ, ഒരു അമ്മയെ പോലെ അത്ര സപ്പോർട്ട് തരുന്ന വ്യക്തിയാണ്. രാജേച്ചി നല്ലൊരു കൈയ്യടി കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ വിളിക്കുന്നത് ജയിച്ചേട്ടനാണ്. ജയിച്ചേട്ടൻ ശരിക്കും പറയാനുണ്ടോ ഒരു മൂത്ത ചേട്ടനാണ്, ബലമാണ്. ഇങ്ങനെ കൊമ്പമീശയാണ് നമ്മുടെ ബലം. ഓക്കെ, ഏറ്റവും ആദ്യം ജയിച്ചേട്ടൻ ഈ ഒരു അബാദിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞാൻ മൻസൂർ സാറിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പോസിറ്റീവ് സൈൻ തരുമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആദ്യം പറയാം, റോബിൻ ജിബ്രാൻ എൻ്റെ ഫ്രണ്ടാണ്, ഒറ്റ വാക്കാണ്. പിന്നെ എനിക്ക് സമാധാനമായി. അപ്പോൾ ആ ജയിച്ചേട്ടനാണ് ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി ഞാനിത് സംസാരിച്ചെങ്കിലും ഫുൾ കമ്മ്യൂണിക്കേഷൻസ് ജയിച്ചേട്ടന് വേണ്ടി ആവുന്നത്. അപ്പൊ ജയിച്ചേട്ടനുള്ള ഏറെ സ്നേഹം. ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കാത്തതെന്നാണെന്ന് അറിയോ, മുമ്പിൽ നിർത്തി കാണിക്കണം. CCOKയുടെ മമ്മൂട്ടി കൈയടിക്കുക, നല്ല രീതിയിൽ കൈയടിച്ച്. ജയിച്ചേട്ടൻ ഒരു ഗവൺമെന്റ് സ്റ്റാഫാണ്. ദീപു പൊന്നപ്പൻ, അതാണ് ദീപു ചേട്ടൻ. ദീപു പൊന്നപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചാനലിന്റെ പേര് ദീപു പൊന്നപ്പൻ എന്നാണ്. എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ചെയ്ത് വിജയിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് കൃഷി എന്ന് പറഞ്ഞാൽ. അല്ലേ, നമുക്ക് പറയാം നമ്മുടെ വീട്ടിലൊരു ചെടി വെക്കാം എന്നൊക്കെ പറയാം. പക്ഷെ കൃഷി ചാനൽ കൊണ്ട് ഏകദേശം 4 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായ കേരളത്തിലെ നമ്പർ 1 കൃഷിക്കാരനാണ് ദീപു ചേട്ടൻ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ കാര്യത്തിലും. കാരണം ഞാൻ വളരെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ ഒരാളാണ്. ഓക്കെ, ഈ ഒരു കമ്മ്യൂണിറ്റി നടന്നുണ്ടെങ്കിൽ. പക്ഷെ ജയിച്ചേട്ടനെ പോലെയുള്ള 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾ കൂടെ നിന്ന് റോബിനെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ദീപു ചേട്ടൻ കൂടെ നിന്ന് പുറത്ത് തട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എനർജിയാണ്. ചേട്ടൻ എന്നെ കൂടെ വിളിക്കും. ഞങ്ങളുടെ സംസാരം ഒക്കെ മണിക്കൂറുകൾ നീളുന്നതാണ്. എല്ലാ കാര്യത്തിലും ദീപു ചേട്ടനുണ്ട്. അപ്പൊ ദീപു ചേട്ടനെ പൊന്നാട അണിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ആനന്ദ ബ്ലിസ് 2020 നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് മറന്നുപോയി. ഞാൻ പെട്ടെന്ന് ഹൈജാക്ക് ചെയ്തുകൊണ്ട് സംഭവിച്ചാട്ടോ. കാല് നല്ല വേദനയുണ്ട്, നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത മുതൽ ഈ നിൽക്കുന്ന ഒരു വലിയ ടീം, അതിൻ്റെ പിന്നിൽ ഒരുപാട് ഉറക്കമൊഴിച്ച്, ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച്, ഒരുപാട് വിളികൾക്ക് വേണ്ടി കാത്തുനിന്ന് ഒരുപാട് രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകൾ നടത്തിയിട്ടാണ് ഇതിനകത്ത് ഇന്ന് നടന്ന ഓരോ മൊമെന്റും പ്ലാൻ ചെയ്തത് എന്നുള്ളത് ഒരു സത്യമായ അവസ്ഥയാണ്. ആ സമയത്ത് ഈ നിൽക്കുന്ന ഒരുപാട് ആളുകളോട് സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും ചില കാര്യങ്ങൾ നമ്മൾ പറ്റില്ല
അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു കെട്ടും മട്ടിലും നടന്നു കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അതിൽ ഞാൻ എപ്പോഴും സംവദിക്കാറുള്ളത് ഞങ്ങളുടെ ചെയർമാനായിട്ടാണ്. എന്ത് പറഞ്ഞാലും ആ സെൻസിൽ എടുക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് ഓപ്പണായിട്ട് പറയാം എന്നുള്ളൊരു തോന്നലും എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഈ നിൽക്കുന്ന മുഴുവൻ ടീം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അവർ ഭയങ്കര പ്രതീക്ഷയോടെ വന്ന് പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ ഭയങ്കര നെഗറ്റീവായിട്ട് പറയും. അത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് വശം കൂടി ചിന്തിച്ചിട്ട് വേണം ആ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ എന്നുള്ളൊരു ബോധ്യം എനിക്ക് തോന്നിയത് കൊണ്ടാണ്. കാരണം നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്ത് നെഗറ്റീവ് സംഭവിക്കുമ്പോൾ ഡൗൺ ആവുന്നതിന് മുമ്പ് അത് സംഭവിക്കും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അത് കൂടുതൽ സക്സസ് ആവുമെന്ന് തന്നെ ആരോഗ്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഐഡിയ ആണ് ഞാൻ എടുത്തത്. അത് ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിന്ന ചെയർമാൻ, അദ്ദേഹം അറിഞ്ഞിട്ടില്ല ശരിക്കും ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആദരിക്കണമെന്നുള്ള ഒരു പ്ലാനിൽ ഇത് സത്യമായിട്ട് പറയാണ് ഈ സാധനം വാങ്ങിയത് ഇങ്ങനെ അറിഞ്ഞിട്ടില്ല. ഈ പരിപാടിയുടെ ബില്ലിൽ ഈ സാധനം ഇല്ല. സത്യം പറയുന്നത് അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ വാങ്ങിയതാണ്. അത് അണിയിക്കുന്നത് എക്സിക്യൂട്ടീവിൽ എല്ലാവരും ചേർന്നിട്ട് ചെയർമാൻ അണിയിച്ച് ആദരിക്കുകയാണ്. അത് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് പറയുന്നത് താങ്ക് യു സോ മച്ച്. ഈ വലിയ കൂട്ടായ്മയുടെ ബ്രെയിനും ഈ കൂട്ടായ്മയുടെ എല്ലാം റോബിൻസ് ആയിരുന്നു. എന്ത് പറഞ്ഞാലും ആ ഒരു സെൻസിൽ എടുക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള യാത്ര. ഇതിനകത്ത് പ്രധാനമായിട്ട് അവസാനത്തേക്ക് അവശേഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ, വളരണമെങ്കിൽ, അത് ഒന്ന് വേര് പിടിക്കണമെങ്കിൽ അതിനൊക്കെ പ്രധാനമായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് ഒരു പിൻബലം വേണം. സാമ്പത്തികമായിട്ടുള്ള പിൻബലം, സ്പോൺസേഴ്സ് വന്നു. പക്ഷേ നമുക്ക് ലിക്വിഡായിട്ടുള്ള ക്യാഷ് നമുക്ക് തന്നൊരാളുണ്ട്. അത് കടമായിട്ടാണെങ്കിലും ലിക്വിഡ് ക്യാഷ് നമുക്കിവിടെ തന്ന ഒരാളുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങളൊരു പിന്നെ ചേട്ടനെ കൂടെ സ്റ്റേജിലോട്ട് വന്നു. ഓക്കെ. അതായത് ഉഷ ചേച്ചി ഞങ്ങളുടെ CCOK ഫാമിലിയുടെ ഭാഗമാണ്. ഉഷയുടെ ഹസ്ബൻഡ് വിനുവായിട്ട് സുനിയായിട്ട് എനിക്ക് എപ്പോഴും തെറ്റിപ്പോകും. ഞങ്ങൾ പരസ്പരം വിളിക്കുമ്പോൾ പോലും തെറ്റിപ്പോകും. സുനിയായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്യാഷ് അറേഞ്ച് ചെയ്തത് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തിനും ഏതിനും നമുക്ക് ക്യാഷ് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഉഷേജി ഈ അവസരത്തിൽ ഉഷേജിയോടൊപ്പം തന്നെ നമ്മുടെ സുനിയേട്ടനെയും 2 മക്കളുണ്ട്. അവരെ 4 പേര്, നിങ്ങളെ 4 പേരെ ഒരുപോലെ സ്മരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയർമാനെ ക്ഷണിക്കൊള്ളുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉഷ ചേച്ചിക്ക് ഭ്രാന്താണ്. സത്യം ഭ്രാന്താണ്. നല്ലൊരു കൈയോടെ ഞാൻ പറയാൻ കാരണമുണ്ട്. ഈ ഒരു ഇതിനു വേണ്ടി ഇത്രയും അത് നെഞ്ചേറ്റതുകൊണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാതെ തന്നെ CCOKയുടെ ലോഗോ വലിപ്പിച്ച കേക്ക്, അതേപോലെ ഇവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനുള്ള കേക്ക്, സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്കുള്ള പാക്കറ്റുള്ള കേക്ക് വരെ ചേച്ചി വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതാ പറഞ്ഞത് ഇതിന് ഭ്രാന്തമായ ഒരു ആവേശമാണ് CCOK കേട്ടോ, അല്ലാതെ വേറെ ഭ്രാന്തല്ല. ഈ ഒരു ഫണ്ടെല്ലാം നമുക്ക് സപ്പോർട്ട്, കാരണം നമുക്ക് ഈ എല്ലാം ലിക്വിഡേറ്റ് ചെയ്ത് വരാൻ സമയമുണ്ട്. പക്ഷേ ഫിസിക്കലി എത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചേച്ചി പറയാതിരിക്കാൻ പറ്റില്ല. അറിയാലോ, ഇത്രയൊരു പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മൾ എന്തുമാത്രം പൈസ നമ്മൾ കൈ കരുതണം. അതെല്ലാം കൊണ്ടു തന്നത് ചേച്ചിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചേച്ചിയെ ആദരിച്ചാൽ മതിയാവുള്ളൂ. നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, നമ്മുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും മൊമെൻറ്റോ എല്ലാം ഇവിടെയുണ്ട്. എല്ലാവരും മൊമെൻറ്റോ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനൊരു അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൂടാൻ സാധിച്ചതിൽ ഇങ്ങനൊരു അവസരത്തിൽ എല്ലാവരും വന്നു, ഞങ്ങളോടൊപ്പം സഹകരിച്ചു. എന്തിനും ഏതിനും കൂടെ നിന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. CCOK ഫാമിലിയുടെ പേര് ജയ് ജയ് CCOK, ജയ് ജയ് CCOK, ജയ് ജയ് CCOK. നമ്മൾ വിളിച്ചപ്പോൾ അവിടെ ഇല്ലായിരുന്നു. നമ്മൾ നന്ദി അറിയിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് അല്ലേ? നമസ്കാരം. എൻ്റെ പേര് ജോഫർ എന്നാണ്. തൃശ്ശൂരിൻ്റെ നാട്. ഞാനൊരു സുഹൃത്താണ്. നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടുണ്ട് ഇതിന് പുറകിൽ. അപ്പോൾ പല ചാനലുകളും കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴാണ് അപ്പോൾ ട്രോളൊക്കെ കാണുന്നത്. എല്ലാവരുടെ പലരും ട്രോള് കാണാറുണ്ട്.
ആ സമയത്ത് ആൾ പറയും ആ ആളെ വിളിക്കണം, ഈ ആളെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ വിളിക്കാറുണ്ട്, പലരും വിളിക്കാറുണ്ട്. ഇപ്പം അടുത്ത് അപ്പെക്സ് ഡേ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, അപ്പെക്സ് ഡേ. അപ്പോൾ അവന് നന്നായിരുന്നു. അതേപോലെ എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ആൾ പറഞ്ഞ എപ്പോഴും പറയുന്ന വാക്കുണ്ട് ഫോളോ അപ്പ്. അതുപോലെ യൂട്യൂബ് ചാനലിൽ എനിക്ക് തോന്നുന്നു, ഞാൻ മാർക്കറ്റിംഗ് പേഴ്സൺ, എനിക്കൊരു അക്ഷയ സംരംഭം ഉണ്ട്, കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ അക്ഷയ സംരംഭമാണ്. എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സ് എല്ലാം നിങ്ങളായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ മാറും. പലരുടെയും കോപ്പി ചെയ്ത് അതേപോലെ ആവാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ സൂപ്പർ ആവുമെന്ന് എൻ്റെ ഇതിൽ തോന്നുന്നു. എനിക്ക് അതാണ് എനിക്കിത് പറയാനുള്ളത്. എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. നമുക്ക് എപ്പോഴെങ്കിലും വെച്ച് എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാം. താങ്ക് യു. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് ഒരാൾക്ക് ഇവിടെ മൊമെൻ്റ് കൊടുക്കണമെന്നുണ്ട്. ഹാരിസ്ക നല്ലൊരു കാര്യമുണ്ട്. ഹാരിസ്കയുടെ നിറഞ്ഞ ചിരിയാണ് നമുക്ക് എല്ലാത്തിനും ഒരു സന്തോഷം. വളരെ സന്തോഷമുണ്ട്. എന്നെ നിങ്ങൾക്കറിയാം, ഇതിക്ക് മുമ്പ് ഈ ഒരു വേദിയിൽ ഏറ്റവും ലാസ്റ്റ് പോയാൽ മതി എന്ന് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരാളാണ്. മറ്റൊന്നുമല്ല, ഓരോ മൊമെന്റും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നോക്കി കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിലേക്ക് വന്ന സമയത്ത് ഒരു 13,000 സബ്സ്ക്രൈബർ ഉള്ള സമയത്ത് ഒരു സംഘടനകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, 2 മിനിറ്റിലേക്ക് തന്നെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ എറണാകുളത്ത് വെച്ച പരിപാടിയിൽ ഞാൻ അറിഞ്ഞപ്പോൾ അതിൻ്റെ ഭാരവാഹികളൊക്കെ ഞാൻ വിളിച്ച്, ആരെ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ എന്നാ മാതിരി ഹാരിസ് സമീർ അലിയാണ്, ഒരു ചെറിയ ചാനലുണ്ട്, 13,000 സബ്സ്ക്രൈബറായി, എനിക്കതിൽ ചേരാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നേരെ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് അതിനുള്ള എലിജിബിലിറ്റി ഇല്ല, നിങ്ങളെ ശരിക്ക് ഇറക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, വിഷമിച്ച് മാസങ്ങൾ കടന്നുപോയി, പലപ്പോഴും പല സംശയങ്ങളൊക്കെ ആയിട്ട്, ഇപ്പോൾ ഇതിനകത്ത് പലരും അത്തരം കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. സംശയങ്ങളൊക്കെ ആയിട്ട് ആ സംഘടനയിലുള്ള ഇന്നത്തെ ലീഡിങ് പല യൂട്യൂബേഴ്സിനൊക്കെ വിളിച്ച സമയത്തൊക്കെ അവർ പല കാര്യങ്ങളും പറഞ്ഞു തരാൻ തന്നെ പൈസ എന്നിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു തന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പിന്നീട് എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിരുത്സാഹപ്പെടുത്തുക ചെയ്തത്. ഇവിടെ വെച്ചാൽ വലിയ രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ കാര്യം വെച്ചാൽ, നിങ്ങളെപ്പോലുള്ള ഒരു തടിച്ച ഒരാളെ ആരും കാണില്ല, നിങ്ങളുടെ ഈ ശബ്ദവും നിങ്ങളുടെ ഈ രൂപമൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. നിങ്ങളത് ചെയ്യാതിരിക്കണം നല്ലതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ സംഘടനയിൽപ്പെട്ട 1-2 പേര്. ഞാനും നിരാശപ്പെട്ടില്ല. കാരണം വെച്ചാൽ നമുക്കുള്ളത് എന്തായാലും നമ്മുടെ കുടുംബക്കാരെങ്കിലും കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ചെയ്തു തുടങ്ങി. ആ വിഷമത്തിലും മാസങ്ങളും വർഷങ്ങളും കടന്നു പോയപ്പോഴാണ് വീണ്ടും ഒരു സംഘടന എന്നെ വിളിക്കുന്നത്. ഹാരിസ്ക, ഞങ്ങൾ വേറൊരു സംഘടന തുടങ്ങിയിട്ടുണ്ട്, പേരുകളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, സംഘടന തുടങ്ങിയിട്ടുണ്ട്, അതിനകത്ത് ഹാരിസ്കയും കൂടി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചു. ദൈവം കേട്ട്. കാരണം അവർ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിച്ച് അത് അവരടുപ്പിച്ചില്ല. വേറെ സംഘടന നമ്മൾ അന്വേഷിച്ച് വന്നേക്കണം. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും അതിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ മീറ്റിങ്ങൊക്കെ കൂടുകയും നല്ല രീതിയിൽ ചായയും പരിപ്പുവടയും പപ്സൊക്കെ കഴിച്ച് പിരിയുകയും, ആ പിരിച്ചതിന് ശേഷം വീണ്ടും ഒരു മീറ്റിങ്ങൊന്നും നടന്നിട്ടില്ല എന്നുള്ള സത്യം. വാട്സപ്പ് പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിൽ ഇപ്പോഴും സജീവമാണ്, പക്ഷെ വേറെ പ്രവർത്തനങ്ങളൊന്നുമില്ല, അറിയാൻ പറ്റും. പക്ഷെ ഈ CCOK എന്ന് പറയുന്ന സംഘടന 3ാമതാണ്. അതായത് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ധാരാളം ഗ്രൂപ്പുകളിലും മറ്റു പല സംഘടനകളിലും സജീവയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും പല ഇതുകളാണ് ഉള്ളത്. ഞാൻ യൂട്യൂബ് ഒരു ക്രിയേറ്റർ എന്നുള്ള നിലക്കാണ് എൻ്റെ സംഘടന ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് റോബിൻ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ആളിവിടെ എത്തിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പറയുന്നതല്ല, ഇവിടെ എല്ലാവരും പറഞ്ഞൊരു കാര്യം തന്നെയാണ്. സ്ഥിരമായിട്ട് മെസ്സേജുകൾ. നമുക്ക് സമയമില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോകും. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ട് കൂട്ടുകാരെ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലെന്ന് പറയുമ്പോൾ ഞാൻ അപ്പോൾ ഓഫ് ചെയ്യും. കാരണം അതിന് ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഇരിക്കും, നമ്മൾ അത്ര തിരക്കിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ വിളിക്കും. ആൾക്കറിയാൻ പറ്റും വേറെ കൂട്ടുകാരിന്ന് നമ്മുടെ ഗ്രൂപ്പിലേന്ന് അല്ലാണ്ട് വേറെ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കേൾക്കും. കാരണം കൂട്ടുകാരിന്ന് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ബർത്ത്ഡേ നമ്മളെല്ലാവരും വിശ്വസ് അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ സന്തോഷകരമായിട്ട് പോകുമ്പോൾ നമുക്ക് തിരക്കാണെങ്കിൽ നമ്മളത് അറ്റൻഡ് ചെയ്യേണ്ട കാര്യം. പക്ഷെ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലേന്നല്ല എന്നുണ്ടെങ്കിൽ ഞാനത് അറ്റൻഡ് ചെയ്യും. ആ സംഭവം ഞാൻ കേൾക്കും, വിളിക്കും, ഫോളോ അപ്പ് ചെയ്യും. എന്തായാലും അധികം നീട്ടുന്നില്ല. ഇതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു.
ഞാനൊരു യൂട്യൂബിലേക്ക് വന്ന് അത്യാവശ്യം സബ്സ്ക്രൈബറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ രണ്ടാമത്തെ ഗ്രൂപ്പിലൊക്കെ എഫോർട്ട് എടുത്തതാണ്. പല അച്ചീവ്മെന്റ്സും പലരും വന്നപ്പോൾ 1 മില്യണൊക്കെ മലയാളത്തിൽ ആദ്യമായിട്ട് അടിച്ച ക്രിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ജിയോ ഒക്കെ അതിന്റെ ഭാഗമാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് ജിയോ 1 മില്യൺ ആവാൻ 10,000 സബ്സ്ക്രൈബർ ബാക്കി നിൽക്കുമ്പോൾ നടത്തിയ എഫോർട്ട് ആള് 2 മില്യൺ ആയപ്പോഴും നടന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ യാഥാർത്ഥ്യം. അവിടെയാണ് നമ്മുടെ CCOKയുടെ പ്രാധാന്യം ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമ്മളുടെ എല്ലാ സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടായിരിക്കും. ധാരാളം, അതായത് ഒരു വലിപ്പ ചെറുപ്പം നോക്കാതെ ക്രിയേറ്റേഴ്സിനെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയത്. എൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണത്. വേറെ ഏതൊക്കെ സംഘടനയുടെ ഭാഗം വരുന്നാലും ഒരുപാട് കുറച്ച് സബ്സ്ക്രൈബർക്ക് ആയി കഴിയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. അതായത് ഞങ്ങളാണ് എല്ലാം വലുത്, ഞങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്നുള്ളിടത്തു നിന്ന് മാറി ഏറ്റവും 1000 സബ്സ്ക്രൈബർ ആയിരുന്നാലും 1 മില്യൺ ആയാലും ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിർത്തി എന്നുള്ളത് വൻ വിജയമാണ്. എല്ലാവരും ആശംസിക്കും. അപ്പോൾ ആരിസൊക്കെ പൊന്നാടി എണീക്കാനായിട്ട് നമ്മുടെ ചെയർമാനെ ക്ഷണിക്കുന്നത്.